ഞാനിന്നൊരു അവലൂസുണ്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇതാ അരി വറുക്കുക കേട്ടോ. അരി നന്നായി വറുത്ത് അത് പൊടിച്ചിട്ട് വെല്ലം കുരുക്കി വെച്ചിട്ടുള്ളൊരു അവലൂസുണ്ട ഉണ്ടാക്കുന്നത്. നമുക്ക് ആദ്യം ഇത് നന്നായി വറുത്തെടുക്കാം. അരിയെല്ലാം നല്ല പൊരിഞ്ഞ് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചെറിയ ജീരകം കേട്ടോ, ഇച്ചിരി ചെറിയ ജീരകം ഇടാം. ഇത് നല്ല സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ടാണ്. അത് അതിൻ്റെ അടിയിൽ കിടന്നൊന്ന് മൂട്ടിയിട്ട് നമുക്ക് ചൂടാറിയിട്ട് പൊടിച്ചെടുക്കാം. അപ്പം നമ്മൾ അരിയെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 ഏലക്ക ഇട്ട് കൊടുക്കാം. വെല്ലം ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഉരുകി വരട്ടെ. അപ്പോൾ നമുക്ക് ഈ അരി ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിൻ്റെ ജാറിലിട്ടിട്ടുണ്ട്. നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. ഇതിലേക്കൊരു കുറച്ചൊരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ല സ്മെല്ലാട്ടോ, ഏലക്കായും ജീരകമൊക്കെ ഉള്ള. നമുക്കതൊന്നും കൂടെ ഇറക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി സൂപ്പറായി പൊടിഞ്ഞിട്ടുണ്ട്. നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം, അരിച്ചെടുക്കാം. ശർക്കര എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ലേശം നെയ്യ് ഒഴിച്ച് ഈ പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടയായിട്ടുണ്ട് കേട്ടോ. ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഈ പൊടി കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയെടുക്കാം. ഇറക്കി വെച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. വെള്ളം അധികമായി പോയത് ഈ ഒരു പാകത്തിനാണ്. നമ്മളെ പൊടിയെല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കിത് ഇറക്കി വെക്കാം. തേങ്ങ ചിരകിയിട്ടിട്ട് ചൂടാറുമ്പോൾ ഉണ്ട പിടിക്കാം. ഇപ്പം ഞാൻ തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇത് കുഴക്കാൻ പറ്റിയൊരു ചൂടാകുമ്പോൾ ഒന്നിങ്ങനെ നമ്മളെ കയ്യിന് പിടിക്കാൻ പറ്റിയ രീതിയിൽ ഇങ്ങനെ ഉരുളയാക്കിയിട്ട് കുറച്ച് പൊടി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്ന് നല്ല ചൂടുണ്ട് അത്യാവശ്യം. എന്നാലും ഇങ്ങനെ ഉരുട്ടി വെക്കാം. എല്ലാം ഇതുപോലെ ഉരുട്ടി ഇതുപോലൊരു പൊടിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. അപ്പം നമ്മൾ അടിപൊളി അരിയുണ്ട അവലൂസുണ്ട എന്നൊക്കെ പറയട്ടോ. അടിപൊളി രുചിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെയൊക്കെ എല്ലാവരും ഉണ്ടാക്കി വെച്ച വൈകുന്നേരം ചായക്കൊക്കെ അടിപൊളി ഒരു കടിയായിട്ട് ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.